ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിച്ച വേറെ ലെവല് ട്വിസ്റ്റും ത്രില്ലും മിസ്റ്ററിയും എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത ഒരു ഇന്തോനേഷ്യൻ ക്രൈം ത്രില്ലർ മൂവിയാണ്. ഈ കഥയുടെ പേര് കബുത്ത് ബെറുതുറി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായ ഒരു കിഡിലോസ് കഥയാണ്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു ലോഡ് ട്വിസ്റ്റും എൻഗേജിംഗ് ആയിട്ടുള്ള വേറെ ലെവൽ സ്റ്റോറിയും. ഈ ഒരു സ്റ്റോറി ഒന്ന് മനസ്സിലാക്കി നിങ്ങളിലേക്ക് എത്തിക്കാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു, എന്നാലും വെർത്ത് വാച്ചിങ് ആയിരിക്കും. കഥയുടെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ ഇന്തോനേഷ്യയുടെയും മലേഷ്യയുടെയും ബോർഡറിലെ ഒരു ചായക്കടയുടെ മുകളിലേക്ക് എന്തോന്ന് വന്ന് വീഴുകയാണ്. നോക്കുമ്പോൾ അതൊരാളുടെ ബോഡിയാണ്. പിന്നീടാണ് അവർക്ക് മനസ്സിലാവുന്നത് ആ ബോഡിയിലുള്ള തല അത് മലേഷ്യക്കാരൻ്റെതാണ്, എന്നാൽ അതിലെ ബോഡി അതൊരു ഇന്തോനേഷ്യക്കാരൻ്റെതാണ്. രണ്ടാളുകളുടെ ബോഡി തല രണ്ടും സ്വാപ്പ് ചെയ്തത് എന്തിനായിരിക്കും? അതുപോലെ ആ ഗ്രാമത്തില് പലയിടത്തും കെട്ടിത്തൂക്കിയ രീതിയിൽ പല തലകൾ വരികയാണ്. പോലീസിനെ ചുറ്റിച്ച ഈ ഒരു കേസ് ഏറ്റെടുക്കുന്നത് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള കുറേയധികം അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ഒരു ലേഡി പോലീസ് ഇൻസ്പെക്ടറാണ്. ചുറ്റി വളഞ്ഞ് തല ചുറ്റിച്ച ആ ട്വിസ്റ്റ് രഹസ്യങ്ങളുള്ള കേസ് എങ്ങനെയാണ് അവർ സോൾവ് ചെയ്തത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കിയാലോ. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതിലും അടിപൊളി കഥകൾ നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാൻ എനിക്കൊരു മോട്ടിവേഷനായിട്ട് എല്ലാ കൂട്ടുകാരും ഈ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഈ കഥയുടെ ആരംഭത്തിൽ ഇന്തോനേഷ്യയുടെയും അതുപോലെ മലേഷ്യയുടെയും ഒരു ബോർഡർ ഏരിയയാണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറൊക്കെ അതുപോലെ. എന്നാൽ ഇവിടെ ആ ബോർഡറിനോടടുത്ത് ഒരു ചെറിയ ഗ്രാമമുണ്ട്. അവിടെയുള്ള ഒരു ചെറിയ ചായക്കടയിൽ നിന്ന് ആ ഗ്രാമത്തിലെ പല ആളുകൾ അതുപോലെ ഓഫീസേഴ്സൊക്കെ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്നില്ലേ ആ കടയുടെ ഷീറ്റിന്റെ മുകളിലേക്ക് എന്തോ ഒരു സാധനം വന്ന് വീഴാണ്. അത് ഉരുണ്ട് നിലത്ത് വീണപ്പോഴാണ് അത് ഏതോ ഒരാളുടെ ബോഡിയാണെന്നും വീണുടൻ തന്നെ ആ ബോഡിയിലെ തലയില്ലേ അത് ഉരുണ്ട് ദൂരത്തേക്ക് പോവാണ്. എന്നാൽ ഇത് ഇന്തോനേഷ്യയുടെയും മലേഷ്യയുടെയും ബോർഡർ ആയതുകൊണ്ട് തന്നെ രണ്ട് രാജ്യത്തിലെയും പോലീസ് ഓഫീസേഴ്സ് ആ ഒരു ബോഡി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആ ഒരു ഏരിയയിലേക്ക് വരികയാണ്. മരണപ്പെട്ട ആളുടെ ബോഡി ഇപ്പോൾ വീണ് കിടക്കുന്നത് ഇന്തോനേഷ്യയിലാണ്. അതുമാത്രമല്ല അയാൾ ധരിച്ചിട്ടുള്ളത് ഇന്തോനേഷ്യൻ ബോർഡർ ആർമി ഫോഴ്സിന്റെ ഡ്രസ്സും ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്തോനേഷ്യൻ ചീഫ് പറയുന്നത് ഈ ഒരു ബോഡി അത് നമ്മുടെ നാട്ടുകാരുടെ തന്നെയാണ്. അപ്പോൾ ഈ കേസ് നമ്മൾ തന്നെ എടുത്ത് അന്വേഷിക്കണം. അപ്പോൾ ചീഫിനോട് അസിസ്റ്റന്റ് പറയുന്നുണ്ട്, സാറേ ഈ കേസ് ലീഡ് ചെയ്യാനായിട്ട് കുറേയധികം അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു ലേഡി ഓഫീസർ വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഈ കഥയിലെ നായികയായിട്ടുള്ള ചാന് ഈ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് ആ ഒരു നാട്ടിലേക്ക് വന്ന് നേരെ പോകുന്നത് ഇപ്പോൾ മരണപ്പെട്ട വ്യക്തിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ഓൾറെഡി നമ്മുടെ ഹെഡും അസിസ്റ്റന്റ് വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ അവർക്ക് കൈ കൊടുത്തിട്ട് ഞാനാണ് ഈ ഒരു കേസ് അന്വേഷിച്ച് വന്നിട്ടുള്ള ഇൻസ്പെക്ടർ കാച്ച. അപ്പൊ ചീഫ് ഒലിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ കാണാൻ സുന്ദരിയാട്ടാ, അതുമാത്രമല്ല ഈ കണ്ണാടി നിങ്ങൾക്ക് നല്ലോണം ചേരുന്നുണ്ട്. പിന്നെ ചീഫ് ട്രീ ഒക്കെ അടിപൊളിയായിരുന്നു, പക്ഷേ വല്ലാതെ പഴഞ്ചൻ ഐഡിയ ആയി പോയി. കുഴപ്പമില്ല, ഇമ്പ്രൂവ് ചെയ്താൽ മതി. അല്ല എന്നെ വിളിച്ചു വരുത്താനും മാത്രം ഈ കേസിൽ അതിനു മാത്രം എന്താ കോംപ്ലിക്കേഷൻ? അപ്പൊ ചീഫ് അതായത് ഇപ്പൊ മരണപ്പെട്ട ഈ ഒരു വ്യക്തിയുടെ ബോഡിയിലെ ഈ ബോഡി ഉള്ളത് വേറൊരു വ്യക്തിയുടേതാണ്, അതിലുള്ള തല അത് വേറൊരു വ്യക്തിയുടേതാണ്. അതായത് രണ്ടാളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതിൽ ഒരാളുടെ ബോഡിയിൽ വേറൊരാളുടെ തല ഫിറ്റ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു തല വേറൊരു ബോഡിയിൽ വേറൊരു സ്ഥലത്ത് ഉണ്ടായിരിക്കാം. അല്ല ഈ രണ്ട് വ്യക്തികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോ? അത് ഈ ഫേസ് വെച്ചിട്ടും മറ്റേ വ്യക്തിയുടെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടും കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു തലയില്ലേ നമ്മുടെ ഇന്തോനേഷ്യയുടെ ബോർഡറിൽ ജോലി ചെയ്യുന്ന ഒരു ആർമി ഓഫീസറായ ജോയുടേതാണ്. അതുപോലെ ഈ ഒരു ബോഡി ചില സമരങ്ങളൊക്കെ നടത്തുന്ന സീനുവിൻ്റെതാണ്. അങ്ങനെ പട്ടാളക്കാരനായ ജോയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ബോഡി ആരതെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് റിസ്ക് ആയിരുന്നു. എന്നാൽ സീനുവിന്റെ ശരീരത്തിൽ ഒരുതരം ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ആ ഒരു ബോഡിയും വ്യക്തമായിട്ട് ഐഡന്റിഫൈ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചെന്നില്ലേ ജോയുടെ തല നോക്കുമ്പോൾ എന്തോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വസ്തു വെച്ചിട്ട് ആ തല വല്ലാതെ ചതച്ചിട്ടുണ്ട്. ചെന്നിന്റെ കൺക്ലൂഷൻ എന്താന്ന് വെച്ചാൽ ആദ്യം കല്ല് പോലത്തെ എന്തോ ഒന്ന് വെച്ച് ഇയാളുടെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് ആ ഒരു തല തന്നെ മുറിച്ചെടുത്തിട്ടുള്ളത്. അത് കേട്ടപ്പോൾ ഫോറൻസിക് ഡോക്ടർ പറയുന്നുണ്ട് അതിന് ഇതൊരു സാധാരണ ആള് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. കാരണം അത്രത്തോളം ക്രിസ്പ് ആൻഡ് ക്ലീൻ ആയിട്ടാണ്, അതായത് ഒരു ഡോക്ടേഴ്സ് ചെയ്യുന്ന പോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ട്രൈബൽ ഗ്രൂപ്പിന്റെ തലവൻ സീനുവില്ലേ ഇങ്ങേരുടെ ബോഡി കണ്ടീഷൻ വെച്ച് ഇങ്ങേര് മരണപ്പെട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ബോഡി എന്തൊക്കെയോ വസ്തുവിൽ പ്രിസർവ് ചെയ്തിട്ട് അതിനുശേഷമാണ് ആ ഒരു ആർമി ഓഫീസറെ കൊലപ്പെടുത്തിയിട്ട് സീനുവിന്റെ ബോഡിയിൽ ഈ ആർമി ഓഫീസറുടെ തല സെറ്റ് ചെയ്തത്. ജോയുടെ തലയുടെ ആ ഒരു പഴക്കം നോക്കുമ്പോൾ ഇവ മരണപ്പെട്ടിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ടുണ്ട്. എന്നാലും ചെന്നിന് മനസ്സിലാവാത്തത് ഒന്നുമില്ലാത്ത ഒരു ഏരിയയിൽ ഒരു കടയുടെ മുകളിലേക്ക് പെട്ടെന്നൊരു ബോഡി എങ്ങനെ വന്ന് വീഴുക, അതും ബോഡിയും തലയും വേറെ വേറെ ആയത്. അപ്പോഴാണ് ആരോ വാതിൽ തട്ടുന്നത്. നോക്കുമ്പോൾ നമ്മുടെ ട്രൈബൽ നേതാവില്ലേ സീനു, അങ്ങേരുടെ ഫാമിലിയാണ്. സീനുവിന്റെ ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ ഒരു ബോർഡറിന്റെ മറുഭാഗത്ത് മലേഷ്യയിലാണ്. മലേഷ്യൻ ഓഫീസറോട് അവന്റെ ഭാര്യ പറയുന്നത് എന്റെ ഹസ്ബൻഡിന് ഈ അവസ്ഥ വരാൻ കാരണം
അത് നിങ്ങളാണ്. ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അത് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്. അടുത്ത സീനില് നമ്മുടെ ഹീറോയിൻ ചാനില്ലേ, ആ 2 ഡെഡ് ബോഡിയും വന്ന് വീണ ആ കടയിലേക്ക് പോവാണ്. അതായത് ആ ഒരു ഡെഡ് ബോഡി ആകാശത്ത് നിന്ന് വീണെന്നല്ല പറഞ്ഞേ, അതെങ്ങനെയാ പെട്ടെന്ന് ആകാശത്ത് നിന്ന് വീഴുക? അപ്പൊ ചീഫ് ഇനിയിപ്പോ ആകാശത്ത് നിന്ന് വീണെന്ന് വെക്കേ, ആകാശത്തില് ആ ഒരു ബോഡി എങ്ങനെയാ വന്നിട്ടുണ്ടാവുക? അപ്പൊ ചാൻ ഒരു കാര്യം ചെയ്യ്, ഇവിടെയുള്ള വലിയ മരങ്ങളൊക്കെ ഒന്ന് ചെക്ക്. ഇനി മരത്തിൽ വല്ലതും കെട്ടിവെച്ചിട്ടാണോ താഴത്തെ കിട്ടാന്ന് അറിയില്ലല്ലോ. അങ്ങനെ ചീഫ് അതിനെക്കുറിച്ച് പലരോടും അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴാണ് തൊട്ടടുത്തായിട്ട് ഒരു കട കാണുന്നത്. അപ്പോൾ ശരിക്കും നടക്കാൻ വയ്യാത്ത ഒരാളാണ് ആ കടയുടെ ഓണർ. ഇങ്ങേരുടെ പേര് ഊവെന്നാണ്. അപ്പൊ അങ്ങേർക്ക് നമ്മുടെ സോൾജർ ജോയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇങ്ങേരെ മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവസാനമായിട്ട് മിസ്സാകുന്ന ടൈം ജൂലൈ 13 പ്രത്യേകിച്ച് ആ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടു എന്ന് തോന്നുന്നേ. ഇയാള് തന്നെ ആയിരിക്കും. ഇവിടെ അടുത്തൊരു ഹാംബോങ് ഗോസ്റ്റ് ബാർ ഉണ്ട്, ആ ബാറിലേക്ക് അയാൾ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ചാന് അല്ല ഈ ഹാംബാങ് അതാരാ? അത് നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു ആത്മാവാണെന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഹാംബാങ് അങ്ങേര് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഈ ഒരു ഏരിയയിലും ആ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. ഈ ഗ്രാമത്തില് നമ്മുടെയൊക്കെ വിശ്വാസം ഹാംബാങ്ങിന്റെ ആത്മാവാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നോ. എന്നാൽ ചാന് ഇങ്ങനെ ഒരു കഥ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. അങ്ങനെ ആ ഒരു ഏരിയ മുഴുവനായിട്ട് ഹീറോയിൻ ചുറ്റിലും നോക്കുമ്പോൾ അവിടെ കുറച്ചു ദൂരെ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട്. അപ്പൊ ചാന് അല്ല അതേത് ബിൽഡിംഗാ? അത് മേഡം ഞാനിപ്പോ പറഞ്ഞില്ലേ ഹാംബാങ് ബാർ, ആ ബാർ അതാണ്. അങ്ങോട്ട് തന്നെയാ ആ സോൾജർ ജോ അവസാനമായിട്ട് പോയത് ഞാൻ കണ്ടേ. ആ ഒരു ബിൽഡിംഗ് ഇല്ലേ, അത് കുറെ വർഷങ്ങൾക്ക് മുൻപ് ഗവൺമെന്റ് നമ്മുടെ ഇവിടുത്തെ കുറെ ജനങ്ങൾക്ക് ജോലി കൊടുക്കാനായിട്ടൊരു ഫാക്ടറി തുടങ്ങാന്ന് പറഞ്ഞിട്ട് ബിൽഡ് ചെയ്ത് തുടങ്ങിയതാ. എന്നാൽ പണി പകുതിയായപ്പോൾ കുറേയധികം അഴിമതി ആരോപണം വന്നു. അതിൽ കുറേയൊക്കെ തെളിയുകയും ചെയ്തു. അങ്ങനെ ബിൽഡിങ്ങിന്റെ പണി പകുതിക്ക് ഒഴിവാക്കിയതാണ്. ഇപ്പോൾ ഈ ഗ്രാമത്തിലെ എല്ലാ ആളുകളും ആ ഒരു ഫാക്ടറിയിൽ പോയിട്ടാണ് മദ്യപിച്ചിട്ട് വരാറ്. എന്നാൽ രാത്രി സമയമാകുമ്പോൾ ആരും അങ്ങോട്ട് പോറില്ല. അപ്പച്ചാന് അതെന്താ രാത്രി പോവാത്തെ? അത് രാത്രി ആ ഹാങ് ബാങ്ങില്ലേ അങ്ങരുടെ ആത്മാവിനെ പലരും കണ്ടിട്ടുണ്ട് പോലും. അതുമാത്രമല്ല പല ദിവസവും രാത്രി സമയത്ത് ഏതൊരു പെൺകുട്ടി അലറി വിളിക്കുന്ന പോലെയും അവളുടെ കൂടെ ഒരു ചെറിയ കുട്ടിയും കരയുന്ന പോലെയൊക്കെ കേൾക്കാറുണ്ട്. ആ ഒരു ശബ്ദം കേട്ടാൽ തന്നെ വല്ലാതെ പേടിയാവും. അതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് ഈ ഗ്രാമത്തിൽ നിന്ന് ആരും തന്നെ ആ ഭാഗത്തേക്ക് പോറില്ല. അപ്പച്ചാന് അല്ല നിങ്ങൾ അവസാനമായിട്ട് എന്നാ അങ്ങനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന സൗണ്ട് കേട്ടെ? അതിപ്പോ അടുത്ത് വന്നില്ലേ ഫുൾ മൂൺ ഡേ, ആ സമയത്താ. അത് കേട്ടപ്പോ ചാനിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവരൊക്കെ പകലും മദ്യപിക്കുന്നതുകൊണ്ട് രാത്രി തോന്നുന്നതാ, അല്ലാതെ അങ്ങനെ ഒരു സംഭവത്തിനും ഒരു സാധ്യതയില്ല. അതും പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോ നമ്മുടെ ചാനിന്റെ അസിസ്റ്റന്റ് ഇല്ലേ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കാണ്. അതായത് അവിടെ ഒരു മരത്തിന്റെ ചില്ലകളൊക്കെ ഒടിഞ്ഞു കിടക്കുന്നുണ്ട്. എന്നാൽ ആ ചില്ല കാണുമ്പോൾ തന്നെ അറിയാം അത് ഇപ്പൊ അടുത്തൊന്നും പൊട്ടിയതല്ല, കുറച്ച് നാൾ മുമ്പ് പൊട്ടിയതാ. ആ മരമാണെങ്കിൽ കടയുടെ ഏകദേശം അരികിലുമാണ്. അസിസ്റ്റന്റ് പറയുന്നത് മേഡം ആരെങ്കിലും ആ ബോഡി മുകളിൽ നിന്നിട്ടപ്പോ ആ മരത്തിന്റെ ചില്ലയില് അത് കുടുങ്ങി നിന്നതായിരിക്കാം. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴായിരിക്കാം അത് താഴത്തേക്ക് വീണേ. അപ്പൊ ചാന് നീ പറയുന്നതിൽ കാര്യമുണ്ട്, ലോജിക്കലി കറക്റ്റാണ്. എന്നാൽ എനിക്ക് മനസ്സിലാവാത്തത് എന്തിനായിരിക്കും 2 ആളുകളെ കൊലപ്പെടുത്തിയിട്ട് തലയും ബോഡിയും സ്വാപ്പ് ചെയ്തിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തിടേണ്ട കാര്യം? അതുപോലെ ഇനിയൊരു തലയും മറ്റേ സോൾജറിന്റെ ബോഡിയും വേറെ കിട്ടാനുണ്ടല്ലോ, അതെവിടെയായിരിക്കും ഉണ്ടാവുക? ആ കൊലയാളിക്ക് ഇവരെ കൊലപ്പെടുത്താൻ എന്തോ ഒരു റീസൺ ഉണ്ടല്ലോ. അപ്പോൾ ആ റീസൺ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് കൊലയാളിയിലേക്ക് നമുക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും. അങ്ങനെ അവിടുന്ന് നേരെ പോകുന്നത് ഇന്തോനേഷ്യൻ ആർമിയിലെ മേജറെ കാണാനാണ്. അങ്ങനെ മേജറിന് ചാന് തന്നെ പരിചയപ്പെടുത്തുമ്പോ നീ എന്റെ ഫ്രണ്ടിന്റെ മോളല്ലേ, നിന്നെ ചെറുപ്പത്തിൽ കണ്ടതാ, നീ ഇത്ര വലുതായി പോയോ? അമ്മയെ പോലെ തന്നെ നീ സുന്ദരിയാണല്ലോ, നീ ഇപ്പൊ ഒരു പോലീസുകാരിയായല്ലേ, പിന്നെ നീ വന്നിട്ടുള്ള ഒരു സ്ഥലം അത്ര സേഫ് അല്ല, ഇത്രയും റിസ്ക് പിടിച്ച കേസ് ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ചെറുതായിട്ട് അവളെ ഒന്ന് സോപ്പിട്ട് ഭയപ്പെടുത്തുമ്പോ നമ്മുടെ ചാന് മേജർ സാറേ, സാറിന്റെ ജോലി നോക്കിക്കോ, ഞാൻ എന്റെ ജോലി നോക്കിക്കോളാം, ഇതോർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട. അപ്പൊ മേജർ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ഓൾറെഡി നിനക്ക് ഓർമ്മയില്ലേ നീ ഒരു കാര്യം ചെയ്തത്? അപ്പോ നിന്റെ അച്ഛൻ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും നിന്റെ ഭാഗത്തുനിന്ന് അതുപോലെ എന്തെങ്കിലും അബദ്ധം വരാൻ ചാൻസ് ഉണ്ട്, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാന്. അതായത് ചാനിനെ മാനസികമായി തകർക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ മേജർ പറയുന്ന പോലെ നമ്മുടെ ചാന് അതിന് മാത്രം എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ചാന് നേരെ വീട്ടിലെത്തിയിട്ട് അവളുടെ കണ്ണില് നോർമലായിട്ട് ഒഴിക്കുന്ന എന്തോ ഡ്രോപ്സ് ഉണ്ട്, ആ ഡ്രോപ്സ് ഒഴിച്ചിട്ട് ഉറങ്ങാൻ കിടക്കാണ്. അങ്ങനെ അടുത്ത ദിവസം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ഷോപ്പിംഗെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ചാന്റെ കാറിലായിട്ട് ആരോ ഒരു ലെറ്റർ വെച്ചിട്ട് പോയിട്ടുണ്ട്. ആ ലെറ്ററിൽ എന്താന്ന് വെച്ചാല് മലേഷ്യ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇന്തോനേഷ്യ പോലീസ് ടീമിന് ഒരു റിക്വസ്റ്റ് വെച്ചിരിക്കുകയാണ്. അതായത് ആ ബോഡിയിലെ നമ്മുടെ മലേഷ്യക്കാരനില്ലേ സീനു, അവന്റെ ബോഡി മലേഷ്യ പോലീസിന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഒരു റിക്വസ്റ്റ് ആണ്. എന്നാൽ ചാന് മനസ്സിലാവാത്തത് ഇങ്ങനൊരു റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഡിപ്പാർട്ട്മെന്റ് വഴിയല്ലേ വരിക, ആദ്യം അത് എന്നെ നേരിട്ട് കാണിക്കുകയോ പറയുകയോ ചെയ്യാതെ ഇങ്ങനെ കാറിൽ വെച്ചിട്ട് ആരായിരിക്കും പോയിട്ടുണ്ടാവുക? എന്തോ ചെറിയ പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് ചീഫിനോട് കാര്യം പറയുമ്പോൾ നിങ്ങളെ ലെറ്ററോട് വെച്ചിട്ട് പോയിക്കോ, ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. എന്നാൽ ചാന് അങ്ങനെ പോകാനല്ല, ഈ ലെറ്ററിന് ഒരു വ്യക്തമായിട്ടുള്ള മറുപടി നമ്മൾ കൊടുക്കണ്ടേ, അവർക്ക് ആ ഒരു ബോഡി അയച്ചു കൊടുക്കാം. എന്നാൽ ചീഫ് അതിന്റെ ആവശ്യമില്ല, കാരണം ഈ ലെറ്റർ ഡയറക്റ്റ് അതോറിറ്റി വഴി വന്നതല്ലോ, ആരോ ഒരാള് കാറ് കൊണ്ടുവച്ചല്ലേ. അപ്പോൾ ഒതന്റിക് അല്ലാത്ത ഇതുപോലത്തെ ലെറ്റേഴ്സിനൊന്നും റിപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ഇതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം
നോക്കിക്കോളാം, നിങ്ങൾ തൽക്കാലം പോയിക്കോ. അടുത്ത സീനില് അന്ന് രാത്രിയിലെ ഏതോ ഒരു സ്ഥലത്ത് ആരുടെയോ തല മുറിച്ചെടുത്തിട്ട് ആ തല തീ വെച്ച് കത്തിച്ച് കളയാണ്. എന്നാൽ ആരാണ് ആ തല കത്തിക്കുന്നത്, അയാളുടെ ഫേസോ ഒരു ഐഡന്റിറ്റിയും നമുക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത ദിവസം നമ്മുടെ ചെന്നിലെ നേരെ ഏതോ ഒരു റെസ്റ്റോറന്റിലേക്ക് പോയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് തന്റെ കേസ് ഫയൽസും ഡീറ്റെയിൽസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ക്രൈം സീനിലെ ഫോട്ടോസ് ചെക്ക് ചെയ്യാണ്. എന്നാൽ ആ ഒരു ഏരിയയില് എന്തോ ഒരു പന്തികേട് മണക്കുന്നുണ്ട്. അതായത് അവിടെ 2 ചെറിയ പയ്യന്മാരുണ്ട്, അതുപോലെ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. ആ പെൺകുട്ടി അവള് സൈൻ ലാംഗ്വേജില് ആരോടോ എന്തോ കൺവേ ചെയ്യാണ്. അവരെല്ലാവരും ആ ഒരു കാര്യം കൺവേ ചെയ്യുന്നത് ആ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഏതോ ഒരു ലേഡിയോടാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്നതിൽ ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നിങ്ങളെല്ലാം ഒരു ഫാമിലിയാണോ, അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തതാണോ? ഇല്ല, ഞങ്ങൾ സ്റ്റേ ചെയ്തതല്ല, ഞങ്ങള് ജോലിക്ക് പോകാൻ പോവാണ്. എവിടെയാ ജോലിക്ക് പോകുന്നത്? അങ്ങനെ ഇന്ന സ്ഥലമില്ല, ഇതുപോലെ ചെറിയ ചില റെസ്റ്റോറന്റ്, ചെറിയ കടകള്, അങ്ങനെ എവിടെയാണോ ജോലിയുള്ളത് അവിടെയൊക്കെ. അങ്ങനെ ജോലി ചെയ്ത് കഴിഞ്ഞാല് ഞങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടും, അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടത്താൻ പറ്റും. അപ്പൊ നിങ്ങൾ സേഫായിട്ട് പോയിട്ട് വരുമോ? നമുക്ക് എന്ത് പേടിയാ, നമ്മളെ സഹായിക്കാൻ നമുക്ക് ചാങ്ബോങ് ഇല്ലേ. എന്നാല് ഹീറോയിൻ ചെന്നുമായിട്ട് ആ പെൺകുട്ടി സംസാരിക്കുന്നത് കേട്ടപ്പോ ആ ഒരു ഹോട്ടലിലെ ഓണറായിട്ടുള്ള ലേഡി അവളെ കൂട്ടിക്കൊണ്ടുപോയിട്ട്, നിന്നോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലേ പരിചയമില്ലാത്ത ആൾക്കാരോട് സംസാരിക്കരുതെന്ന്, അവരെന്തെന്നോട് ചോദിച്ചേ. എന്നാല് ചെന്നിന് അവരുടെ പെരുമാറ്റത്തില് നല്ല സംശയം തുടങ്ങുകയാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ കൊല്ലപ്പെട്ട ട്രൈബൽ നേതാവ് സീനുവില്ലേ, അവന്റെ അളിയൻ സീലസ് ആർമി കൺട്രോളിലുള്ള ഏരിയയിൽ നിന്ന് മരങ്ങള് മുറിച്ച് കടത്തുന്നുണ്ടെന്ന് ആരോപണം പറഞ്ഞിട്ട് അവനെ അടിച്ചു പിഴിഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നോക്കാണ്. എന്നാൽ സീലസ് ആ മിലിറ്ററി ഓഫീസേഴ്സിനെ അടിച്ച് താഴെട്ടിട്ട് രക്ഷപ്പെടാൻ നോക്കിയിട്ടും പട്ടാളക്കാരോട് കളിച്ചാൽ അവരെ വിടുവോ? അവനെ പഞ്ഞിക്കിട്ട് വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ മിലിറ്ററി ബേസിലേക്ക് പോലീസ് ചീഫ് വന്നിട്ട് നമ്മുടെ സീനുവിന്റെ ഭാര്യയെ വിളിപ്പിച്ചിട്ട്, നിന്റെ അനിയൻ എന്താ ചെയ്തല്ലെന്നറിയോ? ആർമി കൺട്രോളുള്ള ഏരിയയിൽ നിന്ന് മരങ്ങൾ മുറിച്ച് കടത്താൻ നോക്കിയിട്ടുണ്ട്. എന്നാൽ സീനുവിന്റെ ഭാര്യ പറയുന്നത്, ഹലോ ഓഫീസേഴ്സ്, നിങ്ങളെപ്പോലെ പലരെയും നമ്മൾ കണ്ടതാ. നമ്മൾ ട്രൈബൽസ് കുറെ കാലമായില്ലേ നിങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നു. അപ്പോൾ അതിന് നിയമത്തിന്റെ രീതിയിൽ യഥാർത്ഥ മറുപടി പറയാൻ പറ്റാതെ ഓരോ കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് എന്റെ അനിയനെയും എന്റെ ഭർത്താവിനെയും നിങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇനിയിപ്പോ ഈ ആർമിക്കും പോലീസിനും വേറെ എന്തെങ്കിലും നിഗൂഢ ലക്ഷ്യം ഉണ്ടാവോ എന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ ആർമി അറസ്റ്റ് ചെയ്യാൻ നോക്കിയ സീലസ് ഇല്ലേ, അവരെ ഓഫീസേഴ്സിന്റെ കണ്ണും വെട്ടിച്ചിട്ട് അവിടെ നോട് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അവനെ പിടിക്കാനായിട്ട് ഓഫീസേഴ്സ് പിന്നാലെ വരുമ്പോ ആ കാഴ്ച നമ്മുടെ ഹീറോ ചാനും കാണുകയാണ്. അപ്പോൾ ഗണ്ണുമായിട്ട് അവന്റെ പിന്നാലെ പോകുമ്പോൾ അവനൊരു പുഴയിൽ ചാടി നീന്തി രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നാൽ അതിനുള്ളിൽ നമ്മുടെ ഹീറോ ചാനില്ലേ അവന് ഗൺ പോയിന്റിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഹീറോന്റെ അസിസ്റ്റന്റില്ലേ അവൻ്റെ അടുത്ത് പഞ്ഞി കിടന്നുണ്ട്. അപ്പൊ ചാനെ എന്തിനാ വെറുതെ ഉപദ്രവിക്കുന്നേ? അവൻ ചെയ്ത തെറ്റെന്താണ്? അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. എന്നിട്ട് സൈലസെ, നീ മിലിറ്ററി കൺട്രോൾ ചെയ്യുന്ന ഏരിയയിൽ പോയിട്ട് മരങ്ങള് മുറിച്ച് കടത്തിയിരുന്നോ? അത് ഞങ്ങളുടെ സ്ഥലമായിരുന്നു, അത് മിലിറ്ററിയാണ് കയ്യേറിയത്. വർഷങ്ങളായിട്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള വിറകുകൾ മുറിച്ചെടുത്താല് അതെങ്ങനെയാ കടത്താവുക? ഇത്ര വലിയ കുറ്റാവുക? അല്ല സൈലസെ, നീ എന്തിനാ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് മുഴുവൻ ഞങ്ങളുടെ സ്ഥലമാണ്. അത് അധികാരം വെച്ചിട്ട് മിലിറ്ററി കയ്യിലാക്കിയിട്ട് ആ സ്ഥലത്ത് കയറാനും പാടില്ല. നമ്മൾ ട്രൈബൽസിന് ആ സ്ഥലം തിരിച്ചു തരാൻ വേണ്ടിയിട്ട് പോരാട്ടം ചെയ്ത എന്റെ ഏട്ടൻ സീനുവിനെയോ ആ പട്ടാളക്കാര് തന്നെയല്ലേ കൊന്നുകളഞ്ഞ്. എന്റെ സീനുവിനെ കൊന്ന ഒരാളോടും ഞാൻ പ്രതികാരം ചെയ്ത് വിടില്ല. അപ്പൊ അസിസ്റ്റന്റ് അവനെ തല്ലാൻ പോകുമ്പോ നമ്മുടെ ഹീറോയിൻ ചാന് അവനെ കൂട്ടിക്കൊണ്ടുപോയിട്ട്, നീ എന്താ ചെയ്യുന്നേ? അവൻ ചെയ്ത കുറ്റം സമ്മതിച്ചല്ലേ, അവനെ പുറത്ത് വിടാതിരുന്ന പോരെ. എന്ന അസിസ്റ്റന്റ് അതല്ല മേഡം, ഈ സീലസ് ഇവൻ തന്നെയാ ഇവന്റെ ചേച്ചിയുടെ ഭർത്താവ് സീനുവിനെ കൊലപ്പെടുത്തിയ. അതായത് ഇവരുടെ ട്രൈബൽ ഗ്രൂപ്പില്ലേ അതിന്റെ നേതാവായിരുന്നില്ല സീനു. ആ സീനു ഇല്ലാതായി കഴിഞ്ഞാല് പിന്നെ ഇവനല്ലേ നേതാവ്. അപ്പൊ അതിനുള്ള അവന്റെ മാസ്റ്റർ പ്ലാൻ ആയതല്ലോ. എന്നാൽ സീനുവിനെ കൊലപ്പെടുത്തിയത് ആർമിയാണെന്ന് പഴി ചാരിയിട്ട് ട്രൈബൽസിനെ വിശ്വസിപ്പിച്ചു കഴിഞ്ഞാല് ഇവ രക്ഷപ്പെട്ടല്ലോ. അപ്പൊ ഹീറോയിൻ ചാന് ഇത് മുഴുവൻ നിന്റെ അസംശയം മാത്രല്ലേ, വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ലല്ലോ. അപ്പോൾ അസിസ്റ്റന്റിനും മറുപടി ഒന്നുമില്ല. അപ്പോഴാണ് ഹീറോയിൻ ചെന്നിന് ഒരു മെസ്സേജ് വരുന്നത്. അത് നമ്മുടെ ഓവില്ലേ അങ്ങേരുടേതാണ്. അതായത് പെട്ടെന്ന് നിങ്ങൾ എനിക്കൊന്ന് കാണണല്ലോ. അങ്ങനെ ഓവിനോട് ചാനും എന്തിനാ നിങ്ങൾ വിളിപ്പിച്ചേ? അത് മേഡം, ആ സോൾജർ ജോയില്ലേ അയാളെ കൊലപ്പെടുത്തിയത് വേറൊരാളാണ്. അതുപോലെ നമ്മുടെ ട്രൈബൽ ഗ്രൂപ്പിന്റെ ഹെഡ് സീനുവിനെ കൊലപ്പെടുത്തിയത് അത് വേറൊരാളാണ്. അപ്പൊ ചാന്, അല്ല ഇതെങ്ങനെയാ നിങ്ങൾക്ക് പറയാൻ പറ്റുക? നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞതാണോ അതോ നിങ്ങൾ കണ്ടിരുന്നോ? അത് മേഡം, ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഞങ്ങളുടെ ദൈവം ഹാങ്ബോങ് അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്. അത് കേട്ടപ്പോൾ അസിസ്റ്റന്റ് ദേഷ്യം വന്നിട്ട് ഇയാൾക്കൊന്ന് കിളി പോയതാ. നിങ്ങൾ സംസാരിക്കും മേഡം, ഞാൻ കാറിൽ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചാങ്ങില്ലേ ഓനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ നേതാവായിരുന്നില്ല സീനു, അങ്ങേരെന്തിനാ ഈ ഒരു പോരാട്ടം നടത്തിയ? അത് മേഡം, നമ്മുടെ ഗവൺമെന്റ് ട്രൈബൽസിനെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവസാനം ഏതൊക്കെയോ കോർപ്പറേറ്റ് കമ്പനിയുമായിട്ട് ഡീല് നടത്തി നമ്മുടെ ഈ ഫോറസ്റ്റ് മുഴുവൻ ആ കമ്പനിക്ക് തീരെഴുതി കൊടുക്കാനോ ഇവിടെ കുറേയധികം പ്ലാന്റുകൾ കൊണ്ടുവരാൻ നോക്കുമായിരുന്നു. എന്നാൽ നമ്മൾ ട്രൈബൽസ് കാട്ടിലെ മൃഗങ്ങളായിട്ടും പ്രകൃതിയായിട്ടും ഇണങ്ങി ജീവിക്കുന്നവരല്ലേ, നമ്മുടെ ആവാസ വ്യവസ്ഥ തന്നെ അതിലൂടെ നശിക്കാൻ തുടങ്ങി. മൃഗങ്ങളുടെ ജീവനും ആപത്ത് വരുന്ന ഉറപ്പായപ്പോ നമ്മുടെ സ്വന്തം വീടായി കണ്ട ഈ ഒരു
കാടിനെയും പ്രകൃതിയും പ്രൊട്ടക്ട് ചെയ്യാനായിരുന്നു നമ്മുടെ നേതാവ് സീനു പോരാട്ടം നടത്തിയ. എന്നാൽ ആ ചതിയന്മാര് അവസാനം സീനുവിനെ ചതച്ചു കൊന്നളഞ്ഞു. അപ്പോൾ നമ്മുടെ ചിന്നിന് കണ്ണ് വല്ലാതെ വേദനയാവുന്നുണ്ട്. അതിന് തന്നെയാണ് അവൾ ആ ഗ്ലാസ് വെച്ചില്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓയില്ലേ അവർ ഉപയോഗിക്കുന്ന ഏതോ ഒരു ട്രൈബൽ മെഡിസിന് അവളുടെ കണ്ണിലൊറ്റിച്ചു കൊടുക്കാണ്. അപ്പോൾ ചിന്നിന്റെ വേദനയൊക്കെ മാറാണ്. ഇത് കൊള്ളാല, ഒരു തുള്ളി ഒറ്റിച്ചപ്പോഴേക്കും കണ്ണിന്റെ വേദന മാറി. അത്ഭുതമാണല്ലോ, ഈ മരുന്ന് ഇതെവിടെ കിട്ടുക? അത് മേഡം കാട്ടിന്റെ ഉള്ളിൽ നിന്നാ. അപ്പോൾ അത് രാവിലെ ആയപ്പോൾ കസ്റ്റമേഴ്സ് കടയിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ചാനെ മെല്ലെ അവിടുന്ന് അസിസ്റ്റന്റ് അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഹാങ് ബാങ് അതാരാ? അത് മേഡം ഇവർ വിശ്വസിക്കുന്ന പോലെ തന്നെ ഇവരുടെ ഗ്രാമത്തെയും അതുപോലെ ഇവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇപ്പോഴും ആ കാട്ടിൽ വസിക്കുന്ന ഒരു ആത്മാവാണ്. ഇപ്പോഴും പല മനുഷ്യരുടെ ഉള്ളിലും കമ്മ്യൂണിസത്തെ ആ ആത്മാവാണ് നിലനിർത്തുന്നത്. എന്നാൽ ഈ അസിസ്റ്റന്റ് പറയുന്നത് വിശ്വസിക്കണോ അല്ലെങ്കിൽ വിശ്വസിക്കണ്ടയോ ഒന്നും ചെന്നിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ചെന്നൈ കാറിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാർ എന്തിനും ഇടിക്കുകയാണ്. വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് എന്താണെന്ന് നോക്കുമ്പോൾ അത് എന്തോ ഒരു തരം പഴമാണ്. ഓ, ഇതിനാണ് ഇപ്പൊ പേടിച്ചു പോയത്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ആ കടയിൽ നിന്ന് കുറെ പെൺകുട്ടികളെ ആ കടയിലെ ലേഡി എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ടായിരുന്നില്ലേ. അവര് ഒരു വണ്ടിയിൽ ഇന്തോനേഷ്യയുടെയും മലേഷ്യയുടെയും ആ ബോർഡറിലൂടെ ഒരു കാട്ടിലൂടെ പോവാണ്. അപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് ഒരു പെൺകുട്ടി പെട്ടെന്ന് കണ്ണുറക്കുന്നത്. അപ്പൊ അവള്, അല്ല ചേച്ചി, നമ്മൾ ഈ വഴി എങ്ങോട്ടാ? ഞാൻ കറക്റ്റ് വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്, നീ തൽക്കാലം കണ്ണോടച്ച് ഉറങ്ങ്. എന്നാൽ ആ ഒരു ഡ്രൈവർ ലേഡിയില്ലേ, അവളുടെ ചെവിയില് ഹെഡ്ഫോണിൽ ആരോട് സംസാരിക്കുന്നുണ്ട്. മറുഭാഗത്തുനിന്ന് എല്ലാ കാര്യം ഓക്കെ അല്ലേ? കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ആ പെൺകുട്ടികളെ അവരെല്ലാരും പറഞ്ഞ ലൊക്കേഷന്റെ അടുത്തേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. അതിൽ ഒരുത്തി മാത്രം കണ്ണുറന്നിട്ടുണ്ട്. അങ്ങനെ കാട്ടിന് നടുവില് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് എന്തിനും അവര് പുറത്തിറങ്ങാണ്. അപ്പൊ പെട്ടെന്നില്ലേ ഏതോ ഒരാൾ വന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങാണ്. ആ ഒരു സ്ത്രീ പേടിച്ച് വണ്ടിയുടെ ഉള്ളിലുള്ള പെൺകുട്ടികളോട് എന്നെ രക്ഷിക്കേ, വണ്ടിയുടെ മുകളില് ആരോ ഉണ്ട്, എന്നെ കൊല്ലാൻ നോക്കാന്ന് പറഞ്ഞു തീർന്നില്ല. അതിനുള്ളില് അവരെ ആരോ ക്രൂരമായിട്ട് കൊന്നുകളയാണ്. അവസാനം അവരുടെ അലർച്ച മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ആ ഗ്രാമത്തിലെ ജനങ്ങള് കാട്ടിന്റെ ഉള്ളിലേക്ക് പഴങ്ങളും തേനുകളൊക്കെ കളക്ട് ചെയ്യാൻ വരാറുണ്ട്. അപ്പോഴാണ് ആ കാട്ടിന്റെ ഒരു ഭാഗത്ത് ആ ഒരു സ്ത്രീയുടെ തല മാത്രം മുറിച്ചെടുത്തിട്ട് അവരുടെ മുടി ഒരു ചില്ലിൽ കെട്ടിത്തൂക്കിയിട്ട് അവളുടെ വായില് അവളുടെ ഫോണും തിരികെ വെച്ചിട്ട് ആ ഒരു കൊലയാളി പോയിട്ടുണ്ട്. ആ കാഴ്ച കണ്ട് ഷോക്കായി പോയ ജനങ്ങള് ഉടനെ തന്നെ പോലീസിന് ഇൻഫോം ചെയ്യാണ്. അങ്ങനെ പോലീസ് ടീമിന്റെ കൂടെ നമ്മുടെ നായിക ചെന്നങ്ങോട്ട് വന്നിട്ടില്ലേ. ആ ഒരു ലേഡിയുടെ ഫേസ് കണ്ടപ്പോൾ തന്നെ ഇവരെ ഞാൻ മുമ്പ് ഒരു ഹോട്ടലില് ചെറിയ പെൺകുട്ടികളെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല, ഇവരിപ്പോ ആരായിരിക്കും കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക? അപ്പോഴാണ് ആ ലേഡിയുടെ വായിലായിട്ട് ഒരു ഫോൺ കണ്ടിരുന്നില്ലേ, അത് ആ സ്ത്രീയുടെ ഫോൺ തന്നെയാണ്. അതിലേക്ക് കുറേയധികം മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ ആ ഫോണിൽ ഒരു ഫോട്ടോ ഉണ്ട്. അതായത് ഏതോ ഒരു ട്രൈബൽ നേതാവിന്റെ കൂടെ ആ പെൺകുട്ടി നിന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ആ ഒരു നേതാവ് ആരാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അതായത് ആ ട്രൈബൽ ഗ്രൂപ്പിന്റെ ഹെഡായിട്ടുള്ള സീനുവില്ലേ, അവൻ തന്നെയാണ്. എന്നാൽ അവന്റെ ബോഡി കിട്ടിയിട്ടുണ്ടെങ്കിലും അവന്റെ തല ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ മലേഷ്യൻ പോലീസ് ആ ഒരു തല എവിടെയാണെന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിവന്ന് ഇന്തോനേഷ്യൻ പോലീസിന് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ആ ലേഡിയുടെ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ സീനുവിന്റെ ബോഡിയുടെ കൂടെ ഒരു ആർമി ഓഫീസർ ജോയുടെ തലയുണ്ടായിരുന്നില്ലേ, ആ ഒരു ജോയ്ക്കും ഇതേ ലേഡി കുറേയധികം മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു സ്ഥലത്ത് നമുക്ക് മീറ്റ് ചെയ്യാം, അങ്ങോട്ടേക്ക് പോകണ്ട, അത് ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും കോഡിലൂടെയാണ് കൺവേ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഏതോ ഒരു കുറ്റവാളിയുടെ കൂടെയും ഫോട്ടോ എടുത്തിട്ടുണ്ട്. അയാളുമായിട്ടും കുറേയധികം മെസ്സേജുകൾ അയക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റൗഡി അവൻ ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ അവനൊരു ലോക്കൽ റൗഡിയാണ്. അതുമാത്രമല്ല ഈ ഗ്രാമത്തിലെ കുറേയധികം ഇല്ലീഗൽ ബിസിനസ്സുകളും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ ഫോണിൽ വീണ്ടും കുറെ ഫോട്ടോ ഉണ്ട്. ആ ഒരു റൗഡിയില്ലേ, മരണപ്പെട്ട ആർമി ഓഫീസർ ജോയുടെ കൂടെ അതുപോലെ ട്രൈബൽ ഗ്രൂപ്പ് ഹെഡ് നമ്മുടെ സീനയുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റൗഡിക്ക് അതുപോലെ ആർമി ഓഫീസർ ജോയ്ക്ക് ട്രൈബൽ നേതാവ് സീനുവിന് അതുപോലെ ഈ ലേഡിക്ക് ഇവര് 4 പേർക്കും എന്തോ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. ഇതിലിപ്പോ 3 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, ഇനിയിപ്പോ ഒരാൾ ബാക്കിയുണ്ട്. അപ്പോൾ ഇവരുടെ കണക്ഷൻ എന്തായാലും ലീഗൽ ആയിരിക്കില്ല, എന്തോ ഇല്ലീഗൽ പരിപാടിയാണ്. അത് വ്യക്തമായിട്ട് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഹീറോയിൻ, അല്ല ഈ ഒരു റൗഡി അയാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? അപ്പോൾ ഉണ്ട് മേഡം. ആഹാ, അങ്ങനെയാണെങ്കിലേ ഇനി വൈകിപ്പിക്കണ്ട, അവനെ തന്നെ നമുക്ക് വേഗം കണ്ടാളെ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പോലീസ് ചീഫ് വന്നിട്ട് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവളുടെ പേര് ദയ എന്നാണ്, ഇവള് മിസ്സാണ്, ഈ കേസുമായിട്ട് ഇവൾക്ക് ഒരു ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ മരണപ്പെട്ട ആ ഒരു ലേഡിയില്ലേ, കുറേയധികം പെൺകുട്ടികൾക്ക് ഫേക്ക് പാസ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ എങ്ങോട്ടോ കടത്തി കൊണ്ടുപോകാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പെൺകുട്ടികൾക്കൊക്കെ ഫേക്ക് പാസ്പോർട്ട് ഉണ്ടാക്കി റെഡിയായി കൊടുത്തത് ഈ പെൺകുട്ടി ദയയാണ്. അപ്പോൾ ഇവൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ലേഡിയുടെ കൊലപാതകത്തിന്റെയും അതിന് മുൻപ് നടന്ന 2 കൊലപാതകത്തിന്റെയും മറഞ്ഞെടുക്കുന്ന രഹസ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ ചെന്നെ അതിലും ഇമ്പോർട്ടന്റ് ഇവരുടെ ഗ്രൂപ്പിൽ ഒരു 4-മനുണ്ട്, ഒരു റൗഡി. അപ്പോൾ അവനെ ആദ്യമേ പിടിക്കട്ടെ, അവന്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെന്നെ തന്റെ അസിസ്റ്റന്റിനെ കൂട്ടിയിട്ട് ആ ഒരു റൗഡിയെ ലോക്ക് ചെയ്യാൻ പോകുമ്പോൾ റൗഡിയുടെ ബോഡി ഗാർഡ് പോലീസിനെ തന്നെ ആക്രമിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അവരെ അടിച്ച് താഴെയിട്ടിട്ട് റൗഡിയെ പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ പേരിൽ കുറേയധികം ഫോറസ്റ്റിൽ നിന്ന് കള്ള മരങ്ങൾ കട്ടുകൊണ്ടുപോയത്, അതുപോലെ മനുഷ്യക്കടത്ത്, സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുക, ഇതുപോലെ
അതുപോലെ കുറേയധികം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അല്ല എന്നു മുതലാ നീ ഈ സ്ത്രീകളെ കടത്തിക്കൊണ്ടുപോകാൻ തുടങ്ങി? അതും എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? എന്നാൽ റൗഡി കലിപ്പായിട്ട് നിങ്ങൾ എന്താ മേഡം ചോദിക്കുന്നത്? ഞാനെന്തിനാ ചെറിയ പെൺകുട്ടികളെ കടത്തി കൊണ്ടുപോകുന്നത്? അവരെ വെക്കാനോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ചീഫ് പോലീസ് ഓഫീസർ എന്ന് ചോദിക്കുന്നത്, അല്ല ചാനെ നിങ്ങൾ എന്നോട് ചോദിക്കാതെ എന്തിനാ അയാളെ അറസ്റ്റ് ചെയ്ത്? ഇതുവരെ മരണപ്പെട്ട 3 ആളുകളുമായിട്ട് ഇവന് കണക്ഷൻ ഉണ്ട്. അവരുടെ കൂടെ നിന്നിട്ട് ഇവൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ മരണമായിട്ട് ഇവൻ എന്തോ ബന്ധമുണ്ട്. അതിന് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണോ എന്നെനിക്ക് സംശയമുണ്ട്. അപ്പൊ ചീഫ്, അല്ല നീ പറയുന്ന പോലെ ഒരു ഫോട്ടോയിൽ കണ്ടെന്ന് കരുതിയിട്ട് ആ ഹ്യൂമൻ ട്രാഫിക്കുമായിട്ട് ഇവന് ബന്ധമുണ്ടെന്ന് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള വേറെ എവിഡൻസ് ഉണ്ടോ? അങ്ങനെ വേറെ എവിഡൻസ് ഒന്നുമില്ല. അടിപൊളി. അല്ല അടുത്ത നിന്റെ പ്ലാൻ എന്താ? അത് സാറേ, ഇന്തോനേഷ്യയിലെ ആള് മാത്രമല്ലല്ലോ, മലേഷ്യയിൽ ഒരാളും മരണപ്പെട്ടിട്ടില്ലേ? അപ്പോൾ മലേഷ്യൻ പോലീസിന്റെയും ഹെൽപ്പ് ചോദിച്ച് അവരെയും കൂട്ടിയിട്ട് വേണം നമുക്ക് ഈ കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കാനേ. മരണപ്പെട്ടത് 2 നാട്ടിലെ ആളുകളല്ലേ. അപ്പൊ ചീഫ്, തീരുമാനം എടുക്കേണ്ടത് അത് നീയല്ല. എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ആ പെൺകുട്ടികളെ കടത്താൻ ശ്രമിച്ച ആ ലേഡി മരണപ്പെട്ടില്ലേ, അന്ന് ആ വാഹനത്തിലുണ്ടായിരുന്ന പെൺകുട്ടികളിലെ 2 പെൺകുട്ടികളെ രക്ഷപ്പെട്ടിട്ട് അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതൊരു ലോക്കൽ പോലീസ് വഴിയാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ആ പെൺകുട്ടികളുടെ വീട്ടിൽ പോയിട്ട് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുക. കാരണം ആ സ്ത്രീ കൊല്ലപ്പെട്ടത് അവര് നേരിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മുടെ ഹീറോയിനില്ലേ ആ പെൺകുട്ടികളുടെ വീട്ടിലേക്ക് പോയിട്ട് അവരോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരെന്താ പറയുന്നേ, നമ്മുടെ ചെന്ന് എന്താ ചോദിക്കുന്നേ ഒന്നും വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. അങ്ങനെ ചെന്ന് നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് ആ ഒരു പെൺകുട്ടികൾ എന്താണ് പറഞ്ഞത്, ഇതുവരെ ചെന്നിന് എന്താ മനസ്സിലായത്, ആ കാര്യങ്ങളൊക്കെ തന്റെ അസിസ്റ്റന്റിനോട് പറയാണ്. അതായത് ആ പെൺകുട്ടികള് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തുന്ന ആളുകളുമായിട്ട് ആ കൊലയാളിക്ക് ബന്ധമില്ല. എന്നാൽ ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത് ആരും ചോദ്യം ചെയ്യാത്തതുകൊണ്ടും തടുക്കാത്തതുകൊണ്ടും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ആയിരിക്കാം ചിലപ്പോ ആ ഒരു കൊലയാളി കൊലപ്പെടുത്തിയിട്ട് അവരുടെ തല മുറിച്ചെടുത്ത് ഇതുപോലെ പബ്ലിക്കായിട്ട് കെട്ടിത്തൂക്കിട്ട് പോയിട്ടുണ്ടാവുക. ഇപ്പോൾ ലാസ്റ്റ് ആ ഒരു ലേഡിക്ക് സംഭവിച്ച പോലെ ഇതിന് മുൻപ് 2 ആളുകൾക്ക് സംഭവിച്ചില്ലേ, അവർക്കും ചിലപ്പോ ഈ ഒരു ഹ്യൂമൻ ട്രാഫിക്കായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൂടുതൽ കാര്യം മനസ്സിലാക്കാൻ ഓൾറെഡി അറസ്റ്റ് ചെയ്ത റൗഡിയില്ലേ അവനോട് ചോദിക്കാൻ പോകുമ്പോൾ സ്റ്റേഷനിൽ ആ റൗഡിയെ കാണുന്നില്ല. അപ്പോൾ ഓൾറെഡി അറസ്റ്റ് ചെയ്തുകൊണ്ടെന്ന സീലസിലെ അവൻ പറയുന്നുണ്ട്, മേഡം ഇനി എത്ര നോക്കിയിട്ടും കാര്യമില്ല, ആ ഒരു റൗഡിയെ നിങ്ങളുടെ പോലീസ് ചീഫില്ലേ അങ്ങനെ റിലീസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാത്ത പല മുഖം അയക്കുണ്ട്. അപ്പോൾ ചെന്നൈ ചീഫിനോട് നിങ്ങളൊരു വാക്ക് പറയാതെ എന്തിനാ ആ റൗഡി റിലീസ് ചെയ്തേ? അതെന്തിനാന്ന് ചോദിച്ചാൽ അവന്റെ പേരിൽ പ്രത്യേകിച്ച് ഒരു സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ലല്ലോ. പിന്നെ എന്ത് ബേസിൽ അവനെ അറസ്റ്റ് ചെയ്ത് നോക്കിയാ? അവന് കുറേയധികം ഹോൾഡ് ഉള്ളതാ. ഒരു എവിഡൻസും ഇല്ലാതെ അവനെ പിടിച്ചു വെച്ചിട്ട് അവന്റെ ഏതെങ്കിലും വക്കീൽ വന്ന് നമ്മുടെ മേലെ, ഡിപ്പാർട്ട്മെന്റിന് മേലെ, അതുപോലെ ചെന്നൈ നിന്റെ മേലെയും കോടതിയിൽ കംപ്ലൈന്റ് ചെയ്താലേ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവും. അതിന്റെ പിന്നാലെ പോകാനും യൂണിഫോം ഊരിക്കളയാനും എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പച്ചന് നിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ കേസ് വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ മലേഷ്യ പോലീസിന്റെ ഹെൽപ്പില്ലാതെ നടക്കും തോന്നില്ല. മരണപ്പെട്ട 3 ആളായിട്ട് അവന് ബന്ധമുണ്ടല്ലോ. ഇനിയിപ്പോൾ ആ റൗഡി രക്ഷപ്പെട്ട് മലേഷ്യയിലേക്ക് കടന്നിളഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ ചെയ്യാം? അവൻ എങ്ങോട്ടാ പോയതെന്ന് ഒന്ന് ട്രാക്ക് ചെയ്യണമല്ലോ. അങ്ങനെ ചെന്ന് നേരെ എമിഗ്രേഷൻ ഓഫീസിൽ പോയിട്ട് മലേഷ്യയിലേക്ക് ആരൊക്കെ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ അതില് ആ ഒരു റൗഡി അങ്ങോട്ട് പോകുന്ന കാര്യം മനസ്സിലാവാണ്. അതായത് അവനിപ്പോ മലേഷ്യ ബോർഡർ ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റൗഡിയെ തേടിയിട്ട് നമ്മുടെ ഹീറോയിനും ആ ബോർഡർ ക്രോസ് ചെയ്ത് പോവാണ്. ഇപ്പോൾ അവനുള്ളത് മലേഷ്യയിലല്ലേ. അവിടെ ഒരു റെസ്റ്റോറന്റില് അവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെന്ന് അവൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് അവനെ ലോക്ക് ചെയ്യാൻ നോക്കുകയാണ്. എന്നാൽ ആ കാഴ്ച കണ്ട മലേഷ്യൻ പോലീസ് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ചെന്ന് ഇവൻ ഇതുപോലെ ഒരു ഹ്യൂമൻ ട്രാഫിക് കേസിലും അതുപോലെ 3 മിസ്റ്റീരിയസ് ആയിട്ടുള്ള കൊലപാതകത്തിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് നല്ല സംശയമുണ്ട്. എന്നാൽ റൗഡി ആണെങ്കിൽ സാറേ ഇവര് നുണ പറയുന്നയാ. എന്നിട്ട് അവനവന്റെ ഐഡന്റിറ്റി കാർഡ് കാണിച്ചിട്ട്, സാറേ ഞാൻ മലേഷ്യൻ സിറ്റിസണാ, പിന്നെ ഇന്തോനേഷ്യയിലെ കൊലപാതകവും ഹ്യൂമൻ ട്രാഫിക്കായിട്ട് എനിക്ക് എങ്ങനെ ബന്ധമുണ്ടാവുക? എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കേ. അവനൊരു മലേഷ്യൻ പൗരനല്ലേ, അതുകൊണ്ട് മലേഷ്യൻ പോലീസ് അവനെ സപ്പോർട്ട് ചെയ്യാണ്. അടുത്ത സീനില് നമ്മുടെ ചീഫില്ലേ ചെന്നിന് മേലെ കടിച്ച് കയറുന്നുണ്ട്. നിന്നോട് ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം തന്നെ നീ എന്തിനാ ചെയ്യാൻ നിൽക്കുന്നത്? ഈ ഒരു കേസിൽ ഇനി നിന്റെ ആവശ്യമില്ല. നിന്നെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഞാൻ ഹയർ അതോറിറ്റിയോട് റിക്വസ്റ്റ് ചെയ്യാൻ പോണ. ചെന്നൈ മറുത്ത് ഒന്നും പറയുന്നില്ല. അതേ സമയത്ത് കാട്ടിനുള്ളിലൂടെ ഏതോ ഒരാളെ ആരോ പിന്നാലെ പിന്തുടർന്ന് വരുന്നുണ്ട്. അതായത് അവനെ വേട്ടയാടുന്ന പോലെ. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് അയാളെ ക്രൂരമായിട്ട് കൊന്നുകളയാണ്. എന്നാൽ ആരെയാണ് എന്തിനെ കൊലപ്പെടുത്തുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ആ ഒരു കൊലപാതകം പോലീസിന് ഇൻഫോം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ക്രൈം സീനിലേക്ക് വന്നിട്ട് ക്രൈം സീൻ മാർക്ക് ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയാണ്. അതേസമയത്ത് ചെന്നില്ലേ അന്ന് രക്ഷപ്പെട്ട ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളോട് എന്താ സംഭവിച്ചു ചോദിക്കുമ്പോൾ, അന്ന് റെസ്റ്റോറന്റിൽ നിന്ന് ഞങ്ങൾ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു വെയർ ഹൗസിൽ സ്റ്റേ ചെയ്യിപ്പിച്ചതാണ്. അവിടെ വെച്ചാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ അങ്ങോട്ട് വന്ന ഒരാൾ ഇത് അയാളുടേതാണ്, അയാൾക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എനിക്കിത് വല്ലാതെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അയാൾക്ക് കൊടുത്തില്ല. അപ്പോൾ ചെന്ന് അല്ല അയാളെ കാണാൻ എങ്ങനെയായിരുന്നു? അത് മേഡം അന്ന് നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ അയാളെ ശരിക്കും കണ്ടില്ല. അപ്പോൾ അവളുടെ കയ്യിലുള്ള ആ ഒരു വസ്തു എന്താ നോക്കുമ്പോൾ ഈ ട്രൈബൽ ഗ്രൂപ്പ്സ് അവർ ധരിക്കുന്ന ഒരുതരം ആഭരണമാണ്. അപ്പോൾ ചാന് അല്ല ഇതുപോലെ ഞാൻ ഇതിനു മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അവൾക്ക് ഓർമ്മ വരികയാണ് കഥയുടെ ആരംഭത്തിൽ കൊല്ലപ്പെട്ട ഈ ട്രൈബൽ ഗ്രൂപ്പിന്റെ നേതാവ്
ഭർത്താവ് സീനുവില്ലേ, അവന്റെ ഫോട്ടോയില് അവനും ഇതുപോലെ ഒന്ന് ധരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമ്മുടെ ഹീറോയിൻ കൺഫേം ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചാനിന് ഒരു ഡൗട്ട് ഉണ്ട്. അതായത് ഇവരൊക്കെ ഭയന്നിരിക്കുന്ന ഹാംബോങ് ബാറില്ലേ, ഇനിയിപ്പോ ആ ഒരു ബാറിലാണ് ഈ പെൺകുട്ടികളെ ലോക്ക് ചെയ്ത് വെച്ചിരുന്നെങ്കിലോ? അങ്ങനെ അവിടെ വെച്ച് എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ഏതോ ഒരു അജ്ഞാതനില്ലേ അവിടെ വെച്ച് തന്നെ ചെന്നിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ ചെന്ന് അയാളോട് ചെറുത്ത് നിൽക്കാൻ നോക്കുന്നുണ്ട്, അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അവസാനം അയാളില്ലേ അവിടെ ഒരു കുഴി പോലൊരു സ്ഥലമുണ്ട്, അവിടത്തേക്ക് ഹീറോനെ തള്ളിയിട്ടിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. അതേ സമയത്ത് ആ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി കാട്ടിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അവള് വഴി അറിയാതെ പെട്ടുപോയെന്ന് തോന്നുന്നുണ്ട്. കാട്ടിലൂടെ പോകുമ്പോൾ അവള് എന്തിനോ തട്ടിട്ട് വീണു പോവാണ്. അപ്പോഴാണ് അവിടെ ആരുടെയോ തല അറുത്തെടുത്ത് കവറിൽ കെട്ടിവെച്ചത് അവള് കാണുന്നേ. അവൾ അലറി വിളിച്ചു പോകുന്നുണ്ട്. അതേ സമയത്ത് ഒരു കുഴിയിലകപ്പെട്ട നമ്മുടെ ചെന്ന് അവിടുന്ന് രക്ഷപ്പെടാൻ മാക്സിമം ശ്രമിക്കുകയാണ്. പക്ഷേ എത്ര ട്രൈ ചെയ്തിട്ടും അവൾക്ക് മുകളിലേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ചെന്നിന്റെ അസിസ്റ്റന്റ് ഇല്ലേ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ നമ്മുടെ ചെന്നിനെ രക്ഷപ്പെടുത്തിയിട്ട് അവളുടെ കയ്യിൽ മുറിവായിട്ടുണ്ട്. മുറിവിന് മരുന്ന് വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ ചെന്ന്, അല്ല ഞാനിവിടെ കുടുങ്ങി കിടക്കുന്ന കാര്യം നീ എങ്ങനെയാ മനസ്സിലാക്കിയേ? അത് മേഡം, നമ്മുടെ ആ കടക്കാരൻ ഊയില്ലേ അയാളാണ് ഫോൺ വിളിച്ച് ഇൻഫോം ചെയ്തത്. അല്ല അയാളെങ്ങനെയാ അറിഞ്ഞേ? അപ്പോ നേരെ ചെന്ന് ഊവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എങ്ങനെയാ ഞാൻ ആ കുഴിയിൽ പെട്ട കാര്യം അറിഞ്ഞേ? അത് മേഡം, നിങ്ങളുടെ അസിസ്റ്റന്റ് ഇല്ലേ ഇങ്ങേര് ഇടക്കനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഫാക്ടറിയിൽ ഒരു പ്രേതവും ഒരു ആത്മാവും ഇല്ല, ചിലപ്പോ അവിടെ വല്ല കാട്ടുമൃഗങ്ങള് പന്നികളോ മാനോ അങ്ങനെ എന്തെങ്കിലും കുടുങ്ങിയിട്ട് അവറ്റാൾ ഒച്ചുണ്ടാക്കുന്നതായിരിക്കും. ഇനി അങ്ങനെ വല്ല ശബ്ദം കേട്ടാൽ സംശയം തോന്നിയാലും ഒന്ന് പോയി നോക്കിയാൽ മതി എന്ന് പറഞ്ഞതാ. അപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട പോലെ തോന്നിയപ്പോൾ ഉള്ളിൽ ചെറിയ ഭയം ഉണ്ടെങ്കിലും ഇയാൾ പറഞ്ഞ പോലെ ഒന്ന് പോയി നോക്കാലൊന്ന് കരുതിയിട്ട് വന്നതാ. അപ്പോഴാണ് അവിടെ കുഴിയുടെ ഉള്ളില് ആരോ കുടുങ്ങിയത് മനസ്സിലാക്കുന്നേ. ആദ്യം മൃഗാന്ന് കരുതിയേ, പിന്നെയാണ് ഒരു പെൺകുട്ടിയാന്ന് ഉറപ്പാവുന്നേ. ഞാൻ ശരിക്കും നോക്കിയപ്പോ മേഡം അത് നിങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തന്നെ പോലീസിനെ ഇൻഫോം ചെയ്തതാ. അപ്പൊ ചെന്നെ എന്തായാലും നിങ്ങളോട് എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല, എന്റെ ജീവൻ തന്നെ എനിക്ക് തിരിച്ചു തന്നില്ലേ. അങ്ങനെ ഓഫീസിലേക്ക് പോകുമ്പോൾ ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്റെ കയ്യിൽ മുറിവ് പറ്റിയപ്പോ നിങ്ങൾ ഇങ്ങനെ മരുന്ന് വെച്ചേ? അപ്പോൾ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, മേഡം ഞാനും ഈ ഒരു ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടതാ. എന്നാൽ ഞങ്ങളുടെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ചെറുപ്പം മുതലേ ഞാൻ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു, ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തണമെന്ന്. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് ഞാനൊരു പോലീസ് ആയതാണ്. അപ്പൊ ചെന്ന് നിങ്ങൾ സൂപ്പറാട്ടാ. നിങ്ങളുടെ ട്രൈബൽ വിഭാഗത്തിലെ ആളുകൾ അവര് താമസിച്ച അവരുടെ നാടും പ്രകൃതിയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുമ്പോൾ നിങ്ങൾ ആ നാട് സംരക്ഷിക്കാനായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ഉദ്യോഗസ്ഥ സ്ഥാനത്തെത്തിയില്ലേ. അതേ സമയത്ത് കാട്ടിന്റെ ഉള്ളിൽ ഒരു പെൺകുട്ടി കവറിൽ കെട്ടിയതായിട്ട് ഒരു തല കണ്ട് അലറി വിളിച്ചിരുന്നില്ലേ, ആ ഒരു ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ എവിടെയും ആ പെൺകുട്ടിയെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാനായിട്ട് പോലീസ് ടീമും പട്ടാളക്കാരും അതുപോലെ ആ ഗ്രാമത്തിലെ ജനങ്ങളും കാട്ടിന്റെ ഉള്ളിലേക്ക് അന്വേഷിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ഓവും അവരുടെ പിന്നാലെ പോവാണ്. അപ്പൊ ചെന്ന്, അല്ല ഓ, നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. കഴിഞ്ഞ 17-ാം തീയതി രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? അതായത് കഥയുടെ ആരംഭത്തില് ഒരു ബോഡി കിട്ടിയില്ലേ, ഒരാളുടെ തലയും മറ്റൊരാളുടെ ശരീരമായിട്ട്. ആ ഒരു ബോഡി കിട്ടിയത് 18-ാം തീയതിയാണ്. അത് കേട്ടപ്പോ ഓ ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ്. അതേ സമയത്ത് നമ്മുടെ ചീഫില്ലേ ചെന്നിനെ വിളിപ്പിച്ചിട്ട്, നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യമൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോ കാര്യം ചെയ്യാനാണെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കാൻ പറ്റില്ല. എന്തിനാ പിന്നെ ഹയർ ഓഫീസേഴ്സ്, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ ട്രാൻസ്ഫർ ലെറ്റർ ഒപ്പിട്ടിട്ട് നിങ്ങൾ വേഗം തന്നെ മാറിപ്പോയിക്കോ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ചെന്നും മറുത്തൊന്നും പറയാതെ ആ ഒരു ലെറ്ററിൽ സൈൻ ചെയ്യാണ്. എന്നാൽ ചെന്നിന് മനസ്സിലാത്തൊരു കാര്യമുണ്ട്. അതായത് അവള് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാ പെട്ടെന്ന് തന്നെ ഈ ഒരു ചീഫിന് മനസ്സിലാവുന്നേ? അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേഷനില് ടീമില് ഏതോ ഒരു ചാരനുണ്ടല്ലോ, അത് ചിലപ്പോൾ അസിസ്റ്റന്റ് ആയിക്കൂടെ. അവനാണെങ്കിൽ ഈ ട്രൈബൽ ഗ്രൂപ്പിൽപ്പെട്ടവനുമല്ലേ. അങ്ങനെ നേരെ അവന്റെ വീട്ടിൽ പോയിട്ട് ഗണ്ണ് കാണിച്ച് അവനെ ലോക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട്, സത്യം പറഞ്ഞോ എന്റെ അന്വേഷണങ്ങള് എങ്ങോട്ടാ പോകുന്നതെന്ന്. പെട്ടെന്ന് തന്നെ ചീഫിന് മനസ്സിലാവുന്നതിന് പിന്നിലെ നീയല്ലേ, നീയും ചീഫും തമ്മിൽ എന്താ ബന്ധം? മേഡം ഞാനെല്ലാം സത്യം പറയാം, തൽക്കാലം ആ ഗണ്ണൊന്ന് താഴ്ത്ത്. അത് ചീഫ് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ, എവിടുന്നാ വരുന്നത്, അങ്ങനെ എല്ലാ കാര്യവും നിങ്ങളെ ഫോളോ ചെയ്തിട്ട് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ചീഫാണ് എന്നെ ഏൽപ്പിച്ചത്. ഞാൻ ഓൾറെഡി ഈ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നില്ലേ, എന്റെ ബോസ് ശരിക്കും ചീഫാണ്, അങ്ങേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ കഷ്ടപ്പെട്ടിട്ടാ ഈ ഒരു സ്ഥാനത്തെത്തിയത്. ഇനിയിപ്പോൾ അയാൾ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ എന്റെ ജോലി തെറിക്കും. അപ്പൊ ഞാൻ നിന്റെ നാടകമൊക്കെ അവിടെ വെക്ക്. നിന്റെ ബോസും നീയും തമ്മിൽ വേറെ എന്തോ ഇല്ലീഗൽ കണക്ഷൻസ് ഉണ്ടല്ലോ, സത്യം പറ, ആ പെൺകുട്ടികളെ കടത്തുന്നതിൽ നിങ്ങൾക്ക് ബന്ധമില്ലേ? മേഡം എനിക്ക് അതുമായിട്ടൊരു ബന്ധമില്ല. എന്നാൽ എന്റെ ചീഫിന് അവരുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇടയ്ക്ക് ചില ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുത്താൽ പൈസ തരാറുണ്ട്. അതുപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ പല ആളുകൾക്കും ഇതുപോലെ ചീഫ് പൈസ കൊടുത്തിട്ട് അങ്ങേരുടെ അടിയാൾക്കാരായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെന്ന് അവളുടെ ലൈഫിൽ നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് പറയാണ്. നമ്മുടെ ചെന്ന് ഇൻസ്പെക്ടറായ ആദ്യ സമയത്ത് ഒരു പെൺകുട്ടിയെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്തിട്ട് അവളെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവളെ രക്ഷപ്പെടാൻ നോക്കിയതാണ്. അപ്പൊ ഹീറോയിൻ കാർ എടുത്ത് അവളെ പിടിക്കാൻ നോക്കിയപ്പോൾ അതിനിടയിൽ പെട്ടെന്നുള്ള സ്റ്റോപ്പായി നിന്നിട്ട് കാർ ഇടിച്ച് അവൾ മരണപ്പെട്ടു പോയതാണ്. എന്നാൽ ആ കാഴ്ച കണ്ട എല്ലാ ആളുകളും പറഞ്ഞത് അവളെ ചെന്ന് മനഃപൂർവ്വം ഇടിച്ചു കൊലപ്പെടുത്തിയതാണെന്നാണ്. എന്നാൽ ചെന്നിന്റെ അച്ഛനാണ് തന്റെ മകള് നിരപരാധിയാണെന്നും കൊല്ലപ്പെട്ടത് ഒരു കുറ്റവാളിയായിട്ടുള്ള പെൺകുട്ടിയാണെന്നും അവളെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ നടന്ന ആക്സിഡന്റ് ആണെന്ന് തെളിയിച്ചിട്ട് കുറേ നാളത്തെ പോരാട്ടത്തിന് ശേഷമാണ് നമ്മുടെ ചെന്നിനെ രക്ഷപ്പെടുത്തിയെടുത്തത്. അങ്ങനെ ഓൾറെഡി ആ കേസിൽ സസ്പെൻഡായ ചെന്നിന് വീണ്ടും ജോലി തിരിച്ചു കിട്ടിയതാണ്. എന്നാൽ ഇപ്പോഴും ആ പെൺകുട്ടിയുടെ മരണം ആ
ആ ഒരു ആക്സിഡന്റ് നമ്മുടെ ചെന്നിനെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ചെന്നിന്റെ ഭാഗത്തു നിന്ന് ആ ഒരു പെൺകുട്ടി മരണപ്പെടില്ലേ, അതിനുശേഷം പല ആളുകളും പ്രത്യേകിച്ച് ആ ഒരു ആർമി ജനറൽ ഇല്ലേ, അയാളും പറഞ്ഞിരുന്നില്ലേ നീ ഓൾറെഡി ഒരു പ്രശ്നം ഉണ്ടാക്കിയതാ, ഇനിയും പ്രശ്നം ഉണ്ടാക്കാതെ വേഗം തന്നെ തിരിച്ചു പോയിക്കോന്ന്. ഇതിന്റെയൊക്കെ കാരണം ആ ഒരു സംഭവമാണ്. എന്റെ ജീവിതത്തില് അറിയാതെ എന്റെ അടുത്ത് വന്ന ഒരു തെറ്റുകൊണ്ട് ഞാൻ ഇന്നും എന്റെ ഉള്ളില് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നീ അറിഞ്ഞുകൊണ്ടാണ് തെറ്റിയുന്നത്. അപ്പോ നീ ശ്രദ്ധിച്ചോ, ഇതിനൊക്കെ ഒരു നാള് നീ പകരം കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ ചെന്ന് അവിടുന്ന് തിരിച്ചു പോവാണ്. ഇപ്പോ ചെന്ന് ഒരു പോലീസ് ഓഫീസർ അല്ലല്ലോ, മറ്റൊരു നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ലേ, അവിടെ പോയി ജോയിൻ ചെയ്താല് വീണ്ടും അധികാരത്തിൽ കയറാൻ പറ്റും. എന്നാൽ പോകുന്നതിന് മുൻപ് അവളുടെ ഉള്ളില് ഏകദേശം ഞാൻ അടുത്തെത്തിയിട്ടുണ്ട്, ഈ കേസ് ഇത് തെളിയിച്ചിട്ട് പോവാന്ന് ആരോ പറയുന്ന പോലെ. അങ്ങനെ ഓൾറെഡി മരണപ്പെട്ട ആളുകളൊക്കെ ഈ ഒരു പെൺകുട്ടികളെ കടത്തുന്ന ടീമിൽപ്പെട്ട ആളുകളല്ലേ. അതുപോലെ ഈ പെൺകുട്ടികൾ ആരാന്ന് വെച്ചാല് ആ ഒരു ട്രൈബൽ ഗ്രൂപ്പിലെ മാത്രം പെൺകുട്ടികളാണ്. അപ്പോൾ എന്തിനായിരിക്കും ആ ഒരു ട്രൈബൽ ഗ്രൂപ്പിൽ നിന്ന് മാത്രം പെൺകുട്ടികളെ സെലക്ട് ചെയ്യുന്നത്? അതായത് അവരാകുമ്പോൾ ആരും ചോദിക്കാനും പറയാനും വരില്ല. ഓൾറെഡി ഈ ഒരു ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ മാത്രമേ മരണപ്പെടാതെ ഉള്ളൂ, അത് ആ ഒരു റൗഡിയാണ്. അപ്പോൾ അവനെ ലോക്ക് ചെയ്യാന് നമ്മുടെ സിലാസിനോട് ഹെൽപ്പ് ചോദിച്ചാല് അവന്റെ ട്രൈബൽ ഗ്രൂപ്പിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് അവൻ എന്തായാലും ചെയ്യുന്ന പ്രതീക്ഷയില് അവനോട് കാര്യങ്ങൾ പറയുമ്പോൾ അവനും സമ്മതിക്കാണ്. അങ്ങനെ റൗഡിയെ അടിച്ചു പിഴിഞ്ഞിട്ട് നമ്മുടെ ചെന്നി ചോദിക്കുന്നുണ്ട്, മര്യാദയ്ക്ക് പറഞ്ഞോ, ഇതിന്റെയൊക്കെ പിന്നില് ആരോ ഒരാൾ മറിഞ്ഞിരിക്കുന്നില്ലേ, അവൻ ആരാ? മേഡം ഞാൻ ഒരാളെ മാത്രമേ കൊല്ലാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയ ബോഡിയിൽ ഒരാളുടെ തലയുണ്ടായിരുന്നില്ലേ, ആർമി ഓഫീസർ ജോ, അയാളെ കൊല്ലാനെ. കാരണം അവനെന്നെ പറ്റിച്ച് എന്റെ കുറേയധികം പൈസ തട്ടിക്കൊണ്ടു പോയിരുന്നു. പിന്നെ എനിക്ക് ഇന്തോനേഷ്യയിൽ മാത്രമല്ല മലേഷ്യയിലും കുറച്ചധികം ആളുകളും കണക്ഷൻസും ഉണ്ട്. മേഡം കണ്ടുപിടിച്ച പോലെ എന്റെ ബിസിനസ്സിൽ ഈ ഒരു ഹ്യൂമൻ ട്രാഫിക്കും പെടും. അപ്പോൾ ആരും ചോദ്യം ചെയ്യാൻ വരാത്ത ഈ ട്രൈബൽ ഗ്രൂപ്പിലെ ചെറിയ പെൺകുട്ടികളെ മലേഷ്യയിലേക്ക് ഞാൻ കടത്താറുണ്ട്. അപ്പോൾ അതിന് എന്നെ ഹെൽപ്പ് ചെയ്തത് മലേഷ്യൻ ആർമി ഓഫീസറായ ജോയ് ആയിരുന്നു. എന്നാൽ പെൺകുട്ടികളെ ട്രാൻസ്ഫർ ചെയ്ത ശേഷം അവൻ എനിക്ക് കിട്ടാനുള്ള പൈസ എനിക്ക് തന്നില്ല, എന്നെ പറ്റിച്ചു. അപ്പോൾ അവനെ കൊല്ലാനാണ് ഞാൻ ഈ ട്രൈബൽ ഗ്രൂപ്പിന്റെ നേതാവ് സീനുവിനോട് സഹായം ചോദിച്ചത്. അവൻ ആരെയോ അയച്ചു എന്നാ പറഞ്ഞ്. എന്നാൽ പിന്നെയാണ് എന്റെ വീട്ടിന്റെ പിന്നിലായിട്ട് സീനുവിന്റെ വെട്ടപ്പെട്ട തല ഞാൻ കാണുന്നേ. അവൻ ആരാ കൊന്നേ, എന്തിനാ കൊന്നേ എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പോൾ ആ തല ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലേ ഞാൻ കൊടുങ്ങില്ലേ, അതുകൊണ്ട് അവന്റെ തല ഞാൻ തന്നെ കത്തിച്ച് കളയായിരുന്നു. ശരിക്കും സീനുവിനെ ഞാനല്ല കൊന്നേ. അപ്പോൾ സൈലസ് കാലിപ്പില്, ഡാ കോപ്പെ, നീ നുണ പറഞ്ഞിട്ട് എന്റെ അളിയനെ തന്നെ ഇതിൽ കൊടുക്കാൻ നോക്കുക. അങ്ങനെ റൗഡി എടുത്ത് പഞ്ഞു കിടുമ്പോ നമ്മുടെ ഹീറോയിൻ ചാൻ പറയുന്നുണ്ട്, സീലസെ നീ ഒന്ന് അടങ്ങ്, ആദ്യം ഇവൻ പറയുന്നതിൽ സത്യമുണ്ടോ അല്ലെങ്കിൽ നുണയാണോ നമുക്കൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. നമുക്ക് നിയമത്തിന്റെ വഴി നോക്കാം, ഇവനെ പോലീസിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. അല്ല മേഡം, നിങ്ങൾ ഇപ്പോഴും പോലീസിനെ വിശ്വസിക്കുന്നുണ്ടോ? പോലീസുകാരായതുകൊണ്ടാ ഒരിക്കൽ ഇവനെ അറസ്റ്റ് ചെയ്തിട്ട് എന്താ സംഭവിച്ചെന്ന് കണ്ടതല്ലേ, പോടിയും തട്ടി ഇവൻ ഇറങ്ങിപ്പോയി നിങ്ങളെ ട്രാൻസ്ഫറും ചെയ്തു. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ അസിസ്റ്റന്റ് ഇല്ലേ, ഒരു കാറില് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ട് മെല്ലെ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ആ കാർ ആരുതെന്ന് വെച്ചാല് നമ്മുടെ പോലീസ് ചീഫിൻ്റെതാണ്. അങ്ങനെ ചീഫ് തന്റെ കാർ എടുത്ത് പോകുമ്പോൾ ആരോടൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് അവൻ സംസാരിക്കുന്നത് ഇതുപോലെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ കുറിച്ചാണ്. അതായത് പെൺകുട്ടികളെ കടത്തുന്നതിൽ ഈ ഒരു ചീഫും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ റൗഡിയെ ഇവൻ നൈസായിട്ട് തെളിവൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിടുകയും ചെയ്തത്. അങ്ങനെ പല വണ്ടികളും ബോർഡർ വഴി കടന്നു പോകാനും അതുപോലെ ട്രാഫിക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യാനും നമ്മുടെ അസിസ്റ്റന്റ് അടക്കം കുറേയധികം പോലീസുകാർക്ക് പൈസയും കൊടുത്ത് ഇവന്റെ വരുതിയിലാക്കിയതാണ്. അപ്പോൾ അസിസ്റ്റന്റിനോട്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഒന്നും ഇങ്ങോട്ട് ചോദിക്കാതെ പറയുന്നത് ചെയ്യാന്, എന്നിട്ട് ഞാൻ ചെയ്ത കാര്യമൊക്കെ ആ പോലീസുകാർ ചെന്നിന്റെ ചെവിയിൽ നീയല്ലേ ഓതി കൊടുത്തേ. അപ്പോൾ അസിസ്റ്റന്റ് ഗണ്ണ് ചീഫ് നേരെ പോയിന്റ് ചെയ്തിട്ട്, ചീഫെ മതി, ഈ വിലങ്ങ് കയ്യിലാണി. ഇത്രയും നാള് ഞാൻ കരുതിയത് എന്തോ ചെറിയ ആക്ടിവിറ്റീസ് ആണെന്നാണ്. എന്നാൽ താൻ എന്റെ ട്രൈബൽ ഗ്രൂപ്പിലെ പെൺകുട്ടികളെ നമ്മുടെ ഗ്രാമത്തിൽ തന്നെ ചതിക്കായിരുന്നല്ലേ, അതറിയാതെ നിന്റെ കയ്യിൽ നീ പൈസ വാങ്ങിപ്പോയെ. ആ പെൺകുട്ടികളെ വിറ്റിട്ട് ആ പൈസ കൊണ്ട് നീ അടിച്ചു പൊളിച്ച് ജീവിക്കുക, എന്നിട്ട് അതിലൊരു വിഹിതം എനിക്കും തരിക. ഇനി ഒരു ട്രൈബൽസിനെയും നീ തൊടുവില്ല, ഒരു പെൺകുട്ടിക്കും ഓരോ അപകടം വരാനും ഞാൻ സമ്മതിക്കൂല. എന്നിട്ട് അസിസ്റ്റന്റ്, ചീഫെ സത്യം പറ, എന്തിനാ ഓഫീസർ ചെന്നിനെ ആ ഒരു ഹാങ് ബോങ് ബിൽഡിങ്ങിനുള്ളിൽ അടിച്ച കുഴിയിലിട്ട് കൊല്ലാൻ നോക്കിയേ? അപ്പൊ ചീഫ് നീ എന്താ പറയുന്നേ, ഞാൻ ആരെ കൊല്ലാൻ നോക്കിയെന്ന്? നിങ്ങളെ നൈസായിട്ട് അവരൊഴിവാക്കാൻ നോക്കിയതല്ലേ? അവസാനം ചീഫ് അവളുടെ അന്വേഷണം എന്റെ അടുത്തേക്ക് അടുത്തപ്പോ അവളെ സ്റ്റോപ്പ് ചെയ്യാൻ വേറെ വഴി ഉണ്ടായിരുന്നില്ല. പിന്നെ അവള് തീർന്നു കരുതിയതാ, നീയല്ലേ അവളെ രക്ഷപ്പെടുത്തിയ. പിന്നെ അവരെ രക്ഷപ്പെടുത്താതെ എന്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടുന്നോ വന്ന അവര് കഷ്ടപ്പെടുമ്പോ അവരെ രക്ഷപ്പെടുത്താൻ ഞാൻ ശ്രമിക്കണ്ടേ? കൂടെ നിന്ന് ചതിച്ച നിന്നെയാണ് പിന്നെ രക്ഷപ്പെടുത്തണ്ടേ? അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ചീഫ് ആ ഒരു ലോക്ക് ചെറുതായിട്ട് ലോക്കായ പോലെ ഡ്രാമ ഇറക്കായിരുന്നു. പെട്ടെന്ന് വലിച്ചിട്ട് അവന്റെ കൈ പിടിച്ച് കൺട്രോൾ നഷ്ടപ്പെടുത്തി വണ്ടി ആക്സിഡന്റ് പെടുത്താണ്. ആ ഒരു വണ്ടി ഒരു മരത്തിലിടിച്ച് നല്ല ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ ജീവനൊന്നും പറ്റിയിട്ടില്ല. ഗണ്ണിപ്പോ ചീഫിന്റെ കയ്യിലായിട്ടുണ്ട്. അങ്ങനെ ചീഫ് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് പറയുന്നുണ്ട്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റിലെ തോമസ്, അവനെ ഇൻസ്പെക്ടർ ചാന് അവള് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾ എവിടെ പോയാലും അവളെ ലോക്കി ഇനി പിടിക്കാൻ നോക്കുമ്പോൾ അവളെ രക്ഷപ്പെടുകയാണെങ്കിൽ ഷൂട്ട് ചെയ്ത് തീർത്തേക്ക്. അങ്ങനെ ആ ഒരു അസിസ്റ്റന്റ് തോമസിലെ അവനെ ചീഫ് ഷൂട്ട് ചെയ്ത് കൊന്നു കളയാണ്. അടുത്ത സീനിലെ പോലീസിന് ആ ഒരു അസിസ്റ്റന്റിന്റെ തല വേറെയായിട്ടും ബോഡി വേറെ
മുഴുവനായിട്ട് കിട്ടുകയാണ്. അതേസമയത്ത് ഓൾറെഡി ചാന് ആ റൗഡി തട്ടിക്കൊണ്ടുപോയിട്ട് നിയമം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. എന്നാൽ സീരിയസിനറിയാം തന്റെ അളിയൻ സീനിയനെ കൊന്ന ഈ ഒരു റൗഡിക്ക് ശിക്ഷകൾ വാങ്ങിക്കൊടുക്കില്ല. അപ്പോൾ ചാനിനെ അടിച്ചു താഴെയിട്ടിട്ട് ആ റൗഡിയും കൂട്ടിയിട്ട് പോവാണ്. അതേസമയത്ത് ആ ഗ്രാമം മുഴുവനായിട്ട് നമ്മുടെ ഹീറോയിൻ ചാനിനെ പോലീസ് തേടി അലയാണ്. കാരണം അസിസ്റ്റന്റിനെ കൊന്നത് അവളാണെന്ന് നമ്മുടെ ചീഫ് ഒരു ഫേക്ക് കേസ് ഫ്രെയിം ചെയ്തിട്ടില്ലേ. അങ്ങനെ അവരുടെ കയ്യിൽ പിടികൊടുക്കാതെ ചാന് തൽക്കാലം ഒളിച്ചിരിക്കാന് ആ ഒരു ഹാങ് ബാങ് ഫാക്ടറിയിലെ അതിനുള്ളിലേക്ക് പോകുമ്പോൾ അവിടെ എന്തോ ഒരു സൗണ്ട് കേൾക്കാണ്. നോക്കുമ്പോൾ നമ്മുടെ പോലീസ് ചീഫിനെ ആ ഗ്രാമത്തിലെ ഊവില്ലേ അയാളെ കെട്ടിവെച്ചിരിക്കുകയാണ്. അതേ സ്ഥലത്ത് തന്നെ കുറച്ചു മുമ്പ് കാണാതായ ആ ഗ്രാമത്തിലൊരു പെൺകുട്ടിയില്ലേ അവളുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ ചാനലിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഓവുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അപ്പോഴാണ് വേറെ ലെവൽ ട്വിസ്റ്റ്. അതായത് ഇവിടെ നടന്ന എല്ലാ കൊലപാതകത്തിന്റെ പിന്നിലും ഈ ഒരു ഊ തന്നെയാണ്. കഥയുടെ ആരംഭത്തിൽ മരണപ്പെട്ടതിലെ ആ ഒരു ആർമി ഓഫീസർ ജോയില്ലേ അവനെ മാത്രമാണ് നമ്മുടെ റൗണ്ടിക്ക് വേണ്ടിയിട്ട് സീന് കൊലപ്പെടുത്തിയത്. എന്നാൽ അതിനുശേഷം സീനുവിനെ കൊലപ്പെടുത്തിയത്, ആ ഒരു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയ ലേഡിയെ കൊലപ്പെടുത്തിയത്, ആ ഒരു ഗ്യാങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും കൊലപ്പെടുത്തിയത് അത് ഈ ഊ തന്നെയാണ്. മേഡം നിങ്ങൾക്കറിയാലോ, മരണപ്പെട്ട ആരും നല്ലവരല്ല. നമ്മുടെ ട്രൈബൽ ഗ്രൂപ്പിന്റെ തലവനായിരുന്ന സീനു അവനും ബാക്കിയുള്ള ആളുകളും ചേർന്ന് നമ്മുടെ ചെറിയ പെൺകുട്ടികളെ 17 വയസ്സ് പോലും തികയാത്ത കുഞ്ഞു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, നമ്മുടെ വർഗത്തെ ഇല്ലാതെയാക്കുക, ചതിക്കുക. എന്നിട്ട് അവരെ സ്റ്റോപ്പ് ചെയ്യേണ്ട പോലീസും ആർമിയും അവരുടെ കൂടെ നിന്ന് നമ്മുടെ വർഗത്തോട് ദ്രോഹം ചെയ്യുക. അപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇത് സ്റ്റോപ്പ് ചെയ്യാൻ എനിക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എന്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ചെയ്തേ. അപ്പൊ ചീഫ് ചാനെ അവനെ വെറുതെ വിടരുത്, അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലേ. എന്നാലും നിന്നെ ആദ്യം തീർക്കണടാ. അതും പറഞ്ഞ് ചീഫിന്റെ കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. എന്നാൽ ചാനാണെങ്കിൽ പിന്നാലെ അങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, ഷൂട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു കാട്ടില് ആ ഒരു മഞ്ഞില് അയാൾ എങ്ങോട്ട് രക്ഷപ്പെട്ടത് ചാനിനെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല. അവസാനം ആ ഒരു ചെറിയ പെൺകുട്ടിയെ മാത്രം നമ്മുടെ ചാൻ രക്ഷപ്പെടുത്താണ്. ആ ഒരു പെൺകുട്ടി പറയുന്നത് ആ ഒരു ബോഡി കണ്ട് പേടിച്ചോടിയപ്പോൾ കാട്ടിൽ എവിടെയോ വീണ് ബോധം പോയതാ. അവസാനം ഊവാണ് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി പ്രൊട്ടക്ട് ചെയ്തിരുന്നത്. അങ്ങനെ ചാന് അവസാനം ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താണ്. ഇതുവരെ ആ ഗ്രാമത്തിൽ നടന്ന കുട്ടികളുടെ തിരോധാനത്തിനൊക്കെ പിന്നിൽ ആ ഒരു റൗഡിയും അവന്റെ കൂട്ടാളികളാണെന്ന് മീഡിയയിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ രക്ഷപ്പെട്ട ഊവിനെ ഇപ്പോഴും പോലീസ് തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓൾറെഡി നമ്മുടെ ചാനിനെ ട്രാൻസ്ഫർ കിട്ടിയതല്ലേ. അങ്ങനെ ആ ഒരു നാട്ടിലേക്ക് പോകാൻ നോക്കുമ്പോൾ കുറേയധികം ജനങ്ങള് അവിടെ തടിച്ചുകൂടാണ്. എന്താ സംഭവിച്ചു നോക്കുമ്പോൾ അവിടെ ഒരു മരത്തില് ഒരാളുടെ തല തൂങ്ങുന്നുണ്ട്. അതായത് ഊയില്ലേ ആ ഒരു കൊലപാതകം സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. അതായത് തന്റെ ജനങ്ങളെ, പെൺകുട്ടികളെ ഉപദ്രവിച്ച ടീമില് ഇനിയും ആളുകൾ ബാക്കിയുണ്ട്. അവരെ വേട്ടയാടി പിടിക്കാൻ തന്നെയാണ് നമ്മുടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ചിലപ്പോ ഈ ഒരു കഥയ്ക്ക് ഒരു 2ാം ഭാഗം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇൻവെസ്റ്റിഗേഷനും ട്വിസ്റ്റും ത്രില്ലും ഒക്കെ? നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന നല്ലൊരു അടിപൊളി കഥയായിരുന്നില്ലേ? അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും മറക്കാതെ ഇപ്പൊ തന്നെ ഈ വീഡിയോക്ക് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴല്ലേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇതിലും വ്യത്യസ്തമായ അടിപൊളി കഥകൾ തേടി കണ്ടുപിടിക്കാൻ ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ അന്യഭാഷാ മൂവികൾക്കും സീരീസുകൾക്കായിട്ട് നമ്മുടെ സീരീസ് ചാനലും സെക്കൻഡ് ചാനലും മറക്കാതെ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഇതിലും അടിപൊളി കഥകളുമായിട്ട് നമുക്ക് ആ ഒരു ചാനൽ കണ്ടുമുട്ടാം. അപ്പോൾ ഇതിലും അടിപൊളി മറ്റൊരു ട്വിസ്റ്റിംഗ് കഥയുമായിട്ട് നാളെ കണ്ടുമുട്ടുമ്പോഴേക്കും ഇത് നിങ്ങളുടെ ട്വിസ്റ്റ് മലയാളി. ടാറ്റ, ബൈ ബൈ.